ഹലോ കൂട്ടുകാരെ, നയനം 23-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം ഇപ്പോൾ മാലയോഗ ആയാലും നയനമായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം മാലയോഗ ഞാൻ രാവിലെയാണ് 11 to 12 ആ ഒരു സമയം. നമുക്കൊരു കുട്ടി തേവാങ്ങണ്ടേ മകൻ, അവൻ ഭയങ്കര വികൃതിയൊക്കെയാണ്. ഇടയ്ക്കെങ്കിലും അവൻ്റെ ശബ്ദം കേൾക്കാത്തവർ ആയിട്ട് ആരും ഉണ്ടാവില്ല. ഇടയ്ക്ക് അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കാം. അവൻ്റെ കണ്ണ് വെട്ടിച്ചാണ് റെക്കോർഡിങ്ങിനൊക്കെ വരുന്നത്. അപ്പോൾ അവൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഞാൻ റെക്കോർഡിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ആ സമയം കൊണ്ട് തീർക്കും. അല്ലെങ്കിൽ മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചതാണെങ്കിൽ അത് അപ്പോൾ ഇടും കേട്ടോ. അപ്പോൾ മാലയോഗം രാവിലെയാണ്. നയനം വൈകിട്ട് 5 മണി 5:30 ആകുമ്പോഴേക്ക് ഇട്ട് തരാം കേട്ടോ. നിങ്ങളാരും കാത്തിരുന്ന് മുഷിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നയനത്തിലേക്ക് വരാം. നയനം 23-ാം ഭാഗത്തിലേക്ക്. മോളെ, വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സാരി തുമ്പാൽ കയ്യിൽ എന്തോ മറച്ചു പിടിച്ചു നിൽക്കുന്ന സീതയെ കണ്ടു. ആ സീതേച്ചി, ഞാൻ അടുക്കളയിലേക്ക് വരാൻ നിൽക്കുമായിരുന്നേ. സീതയെ നോക്കി നല്ലൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് നയന മുടി കുളിപ്പിനിട്ടു. കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ നോക്കി നെറ്റിയിലെ മുറിവിൽ കോട്ടൺ വെച്ചമർത്തി പുതിയൊരു ബാൻഡേജ് വെച്ച് ഒട്ടിച്ചു. ആഹാ, പൊട്ടിയ താലി ചെയിൻ നേരെയാക്കിയോ? സീത നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ താലിയിൽ പിടിച്ചു നോക്കി. ഇന്നലെ അർജുനേട്ടൻ വിളക്കിച്ചു കൊണ്ടുവന്നതാണ്. ചെയിന് നല്ല കനമുണ്ടല്ലോ. കൈവളയിൽ ചെയിനിട്ട് കുലുക്കിക്കൊണ്ട് സീത പറഞ്ഞു. മോള് ഭാഗ്യവതിയാ, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടിയില്ലേ. സ്നേഹമുള്ള ഭർത്താവ്. സീത വാത്തോരാതെ പിന്നെയും അർജുനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അത് കേട്ട് ചെറിയൊരു ക്ഷമ നയനയുടെ മുഖത്ത് തെളിയാതിരുന്നില്ല. സംസാരിച്ചു നിന്ന് ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടു. സാരി മുന്താനെ മുമ്പിലേക്ക് പിടിച്ചു അവർ ഒരു ചെറിയ ചെപ്പെടുത്തു നയനക്ക് കൊടുത്തു. നയന ചോദ്യഭാവത്തിൽ ആ ചെപ്പ് കയ്യിലെടുത്ത് അവരെ നോക്കി. തുറന്നു നോക്കൂ മോളെ. സീത പറഞ്ഞതും അവൾ ആ ചെപ്പിൻ്റെ കുഞ്ഞു അടപ്പ് തുറന്നു. ചുവന്ന നിറത്തിലുള്ള സിന്ദൂരം കണ്ട് അവളുടെ കണ്ണു മിഴിച്ചു പോയി. ആ വലിയ മിഴികൾക്ക് ചുറ്റുമുള്ള വലിയ പീലികൾ പിടഞ്ഞു. ചെപ്പ് പിടിച്ച കൈകൾ ഉള്ളാലെ വിറച്ചു. മോൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാകില്ല, പറഞ്ഞു തരാൻ അവനും. സ്നേഹത്തോടെ അവർ അവളുടെ മുടിയിൽ തലോടി. നയന വിരൽ കൊണ്ട് സിന്ദൂരമെടുത്തു നെറുകയിൽ തൊട്ടു. ജീവിതാവസാനം വരെ നെറുകയിൽ സിന്ദൂരം തൊടാനും ഈ താലി കഴുത്തിൽ ഇങ്ങനെ അണിയാനും എൻ്റെ നയനമോൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. നയന ദീർഘസുമംഗലിയായി വാഴട്ടെ. സീത വിറകൊള്ളുന്ന അധരങ്ങൾ കടിച്ചു പിടിച്ച് നയനയുടെ തല താഴ്ത്തി നെറുകയിൽ ചുംബിച്ചതും തേങ്ങിക്കരഞ്ഞുകൊണ്ട് നയന അവരെ വാരിപ്പുണർന്നു. ഈ കാഴ്ചകൾ കുറച്ചകലെ മാറി നിന്ന് കാണുന്നവൻ്റെ കണ്ണിൽ നിന്നും അവൻ പോലും അറിയാതെ ഉതിർന്ന ഒരു കുഞ്ഞു മിഴിനീർ കണം കവളിലൂടെ വീണൊലിച്ചിരുന്നു. സീത, നെയ് റോസ്റ്റും കിഴങ്ങ് കറിയുമാണ് പ്രാതലിനുണ്ടാക്കിയത്. ചേച്ചിക്ക് എങ്ങനെയാ ഇത്ര അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നത്? നെയ് റോസ്റ്റ് ഒരു കഷ്ണം മുറിച്ചെടുത്തു വായിൽ വെച്ച് സ്വാദോടെ കഴിക്കുന്നതിനിടയിൽ ചോദിക്കുന്നുണ്ട് നയന. രാജേട്ടിന് മുമ്പൊരു ഹോട്ടലുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം കൂടി ആയിരുന്നു വെപ്പൊക്കെ. അങ്ങനെ പഠിച്ചതാ. ചട്ടുകം ഉയർത്തി പറയുന്നതിനിടെ സീത അത് ചുട്ടെടുക്കാൻ തിരിഞ്ഞു നിന്നു. പക്ഷേ മോളെന്ന് പറഞ്ഞ ഇഡ്ഡലി ദോശയൊന്നും ഉണ്ടാക്കാൻ സീത ചേച്ചിക്ക് അറിയില്ലായിരുന്നു മക്കളെ. സീത നിസ്സഹായതയോടെ പറയുന്നത് കേട്ട് നയന അവരെ കേട്ടിരുന്നു. ഇറ്റാലിയൻ ഡിഷ് മാത്രമേ കഴിക്കൂ എന്നൊക്കെ അർജുനേട്ടൻ എന്നോട് മുമ്പ് തള്ളി മറിച്ചിരുന്നു. അവൾ കഴുകിയ പാത്രങ്ങൾ തുടച്ചു വെച്ചു. എന്നാൽ ആ സാറിനിപ്പോൾ സീത ചേച്ചി ഉണ്ടാക്കിയ കഞ്ഞിയാ പ്രിയം. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. സീത ഒരു ആവേശത്തിൽ പറഞ്ഞപ്പോൾ നയന ഉറക്കെ ചിരിച്ചു. അടുക്കളയിൽ നിന്നുള്ള വലിയ ചിരിയും സംസാരത്തിനുമിടയിൽ താൻ വന്നത് അറിയില്ലേ എന്ന ശങ്കയിൽ അർജുനൊന്ന് മുരടാൻ അനക്കി. മോൾ തന്നെ എടുത്തു കൊണ്ടുപോയി വിളമ്പിക്കൊടുത്തോളൂ. ടേബിളിനരികിലിരിക്കുന്ന അർജുനെ കണ്ടതും സീത പറഞ്ഞു. കഴുത്തിൽ താലിയും നെറുകയിൽ സിന്ദൂരവും തൊട്ട് കയ്യിൽ പ്ലേറ്റും പിടിച്ചു വരുന്ന നയനയെ കണ്ട് അർജുൻ നോക്കിയിരുന്നു പോയി. പക്ഷേ കണ്ണ് തട്ടണ്ടെന്ന് കരുതിയാകും നെറ്റിയിൽ ചെറിയൊരു ബാൻഡേജ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മുറിവിന് മുകളിലെ വെളുത്ത കോട്ടൺ തുണി അഴിച്ചു മാറ്റിയത് അവളുടെ തന്നെ സെറ്റപ്പാണെന്ന് അർജുൻ ഒറ്റ നോട്ടത്തിലെ മനസ്സിലാക്കി. അവൾ വന്നത് കാണാത്ത മട്ടിൽ അവൻ ഇരുന്നു. ഈ അഭിനയമാണ് സേഫ്, ഇല്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണം വിട്ടുപോകും.
അത്രമേൽ അവൻ ആഗ്രഹിച്ച ഫോമിലാണല്ലോ അവളുടെ നിൽപ്പ്. ശരിക്കും വിവാഹം കഴിഞ്ഞൊരു പ്രതീതി അങ്ങനെ അവനും തോന്നാൻ തുടങ്ങി. രണ്ടുപേരും കഴിക്കുന്നില്ലേ? പെട്ടെന്നാണ് അവരോട് അങ്ങനെയൊന്ന് ചോദിച്ചില്ലല്ലോ എന്നവൻ ഓർത്തത്. എന്നും കൂടെ ഇരുത്തി ഊട്ടുന്നവളെ ഊട്ടിയില്ലല്ലോ എന്ന ചിന്തയും തെളിഞ്ഞത്. ഞാൻ സീത ചേച്ചിയുടെ കൂടെ കഴിച്ചോളാം. അവൾ അർജുന് കുറച്ച് കൂടെ കിഴങ്ങ് കറി ഒഴിച്ചു കൊടുത്തു. മോള് കഴിച്ചോ? ഞാൻ ചേട്ടൻ്റെ കൂടെ കഴിച്ചോളാം. കഴിച്ചോളൂന്നേ. നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് സീത അവളെ നിർബന്ധിച്ചു. പക്ഷേ എന്നും നിർബന്ധിക്കുന്നവൻ തലകുമ്പിട്ട് കഴിച്ചോണ്ട് ഇരിക്കുകയാണ്. അവൾ അവനെ നോക്കി തൊട്ടടുത്ത കസേരയിലിരുന്നു. അവൻ്റെ അരികിലിരിക്കുന്ന പ്ലേറ്റ് നയനയുടെ അടുത്തേക്ക് നീക്കി വെച്ചു. എങ്കിലും മുഖം ഉയർത്തുന്നില്ല. ഇതെന്താ ഇങ്ങനെ? നയന അവനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അർജുൻ കഴിച്ച് എഴുന്നേൽക്കുന്ന കൂടെ നയനയെ എഴുന്നേറ്റു. അവൻ കൈ കഴുകി ഭിത്തിയിൽ ഹാങ് ചെയ്ത ടവലിൽ കൈ തുളച്ച് തിരികെ നടന്നു. ഞാൻ വൈകിട്ട് വരാം, ഹോസ്പിറ്റലിൽ പോകണ്ടേ? അർജുൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. സോഫയിൽ വെച്ചിരുന്ന ഫയലെടുത്ത് മുൻവശത്തേക്ക് നടന്നു. മനസ്സിൽ പറയാൻ ഉരുത്തിരിഞ്ഞു വെച്ചത് എണ്ണിപ്പെറുക്കുന്നവളുടെ മനസ്സാകെ പ്രതിസന്ധിയിലാണ്. അർജുനേട്ടാ! പിറകിൽ നിന്നും ആ അപ്രതീക്ഷിത വിളി കേട്ടതും അർജുൻ്റെ കാലുകൾ കൂച്ചു വിലങ്ങിട്ടതുപോലെ അവിടെ നിന്നു. പിന്നെ പതിയെ പിറകിലേക്ക് തിരിഞ്ഞ് മനസ്സ് ഓടിപ്പോയി അവളെ എടുത്തുയർത്തി പട്ടം കറക്കി. അതിൽ നയന കാലിട്ട് അടിച്ചു ഉറക്കെ ചിരിക്കുന്നുണ്ട്. ഒരു വിക്കോ പതർച്ചയോ ഇല്ലാതെ വിളിച്ചിരിക്കുന്നു. മിടുക്കി. എന്താ? അവൻ നെറ്റി ചുളിച്ചു പറയുന്നത് കേൾക്കാൻ കാത്തുനിന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ? കൈകൾ വിടർത്തിയും ചുരുക്കിയും അവൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാ. ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയതാ. അടവ് തെറ്റിയതിന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു. തല കുമ്പിട്ടും ഇടയ്ക്ക് മിഴികൾ മാത്രം ഉയർത്തിയും പറയുന്നവളുടെ സങ്കടകഥ ശ്രവിച്ചു അവൻ ആ നിൽപ്പ് നിന്നു. അന്ന് അർജുനേട്ടൻ തന്നെ ചെക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് നാട്ടിൽ പോയിക്കോട്ടെ. ആ പണമൊന്ന് മാറിയെടുത്താൽ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ബാങ്കിൽ നിന്നും തിരികെ എടുക്കാമായിരുന്നു. ഇത്രയും നേരം ഇത് അർജുനോട് എങ്ങനെ അവതരിപ്പിക്കുമെന്നോർത്ത് ആദ്യ പിടിച്ചതിൻ്റെ പാതി ഒഴിഞ്ഞിരിക്കുന്നു. താൻ ആ ചെക്ക് ചുരുട്ടി കൂട്ടി വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞേക്ക്. പണം നമുക്ക് ബാങ്കിൽ നേരിട്ട് ഏൽപ്പിക്കാം. തലയാട്ടി പറഞ്ഞുകൊണ്ട് അർജുൻ കാറിൽ കയറി പോയതൊന്നും അടുത്തു നിന്നവൾ അറിഞ്ഞിരുന്നില്ല. ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സീതയെ ചെറിയ രീതിയിലൊക്കെ സഹായിച്ചു ഹാള് തൂക്കാൻ വന്നതാണ് നയന. മനസ്സ് നിറയെ പിടിമുറുക്കിയത് അർജുൻ രാവിലെ പറഞ്ഞിട്ട് പോയ കാര്യമാണ്. എത്ര നാളായി അപ്പച്ചനെയും അമ്മച്ചിയെയും കണ്ടിട്ട്, കുഞ്ഞുമോളെ കണ്ടിട്ട്. എപ്പോൾ പോകാമെന്ന് മാത്രം പറഞ്ഞില്ല. അതങ്ങോട്ട് ചോദിക്കാനും മറന്നു. പക്ഷേ അർജുനേട്ടനെ കണ്ടാൽ കുഴപ്പമാവില്ലേ? ആരാന്ന് ചോദിച്ചാൽ എന്തു പറയും? എൻ്റെ ഭർത്താവാണെന്ന്, എൻ്റെ ജീവനാണെന്ന് പറയണം. പറയാതെ പിന്നെ? ഇതിനൊക്കെ ആദ്യം വേണ്ടത് ധൈര്യമല്ലേ? എല്ലാം നേരിടാനുള്ള ധൈര്യം. അല്ല, എനിക്കില്ലാത്തതും അത് തന്നെയാണല്ലോ. പ്ലാസ്റ്റിക് ചൂല് കൊണ്ട് തറ തൂക്കുന്നതിനിടെ അവൾ തനിയെ പറഞ്ഞു. മറുപടി കൊടുത്തും വൺമാൻ ഷോയാണ്. അല്ലാതെ ആരോട് പറയാൻ? ഇതൊന്നും കയറി സീത ചേച്ചിയോട് പറയാനൊക്കില്ലല്ലോ. ഏതോ വാഹനം ഓണടിക്കുന്ന ശബ്ദം കേട്ട് രാജൻ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് കണ്ട് നയന ചൂലിൻ്റെ കോലും പിടിച്ചു നിന്നു. വലിയ വെളുത്ത കാർ ആ വീടിൻ്റെ മുൻവശത്ത് ബ്രേക്കിട്ട് നിന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് സീതയും അങ്ങോട്ട് വന്നു. എന്താ ഇത് കുട്ടി? വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ചൂലും പിടിച്ച് നിൽക്കുക. ചൂലിൻ്റെ കോല് പിടിച്ച് അന്തം വിട്ട് നിൽക്കുന്ന നയനയുടെ കയ്യിൽ നിന്നും സീത അത് പിടിച്ച് വാങ്ങിക്കൊണ്ട് വെച്ചു. ഡോർ തുറന്ന് ഇറങ്ങുന്ന ആളെ നോക്കി 3 പേരും കണ്ണു നട്ട് നിന്ന്. അവർ ആദ്യം കണ്ടത് ഇടതുവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് വെച്ച ബ്ലാക്ക് ഷൂ ധരിച്ച കാൽപാദങ്ങളായിരുന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ 6 അടി പൊക്കമുള്ള ഒരാൾ, ഏകദേശം 60 അടുത്ത് പ്രായം തോന്നും. ബ്ലാക്ക് പാൻറ്റും കോട്ടും ധരിച്ചിരിക്കുന്നു. കോട്ടിൻ്റെ ഉള്ളിൽ ധരിച്ച നേവി ബ്ലൂ ഷർട്ട് ഇടയിലൂടെ കാണാം. അകത്തേക്ക് ലക്ഷ്യം വെച്ചു നടക്കുന്ന ഓരോ ചുവടിലും ഷൂവിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. നയന പേടിച്ചു വിറച്ചു സീതയുടെ പിറകിലേക്ക് മാറി. മുഖത്തെ കൂളിംഗ് ഗ്ലാസ് അയച്ചു മാറ്റിക്കൊണ്ട്
അയാൾ നയനയെ അടിമുടി നോക്കി. അത് കണ്ടതും നയന ഒന്നുകൂടെ സീതയുടെ പിറകിലേക്ക് മാറിപ്പോയി. ക്ലീൻ ഷേവാണ് മുഖം, തലമുടി നല്ലോണം നര കയറിയിട്ടുണ്ട്. നയന അയാളെ നോക്കി നിന്നു. കണ്ണുകൾ വിറക്കാൻ തുടങ്ങി. അയാൾ പാൻറ്റിൻ്റെ ഇരു പോക്കറ്റിലും കൈ പൂഴ്ത്തി കൊണ്ട് സോഫയുടെ അരികിലേക്ക് പോയി. ആരാ എന്തായെന്ന് പിടികിട്ടാതെ രാജനും മുൻവശത്തു നിന്ന് എത്തി നോക്കി. ആരാ? ഒരു നേർത്ത ശബ്ദത്തിൽ രാജൻ നെറ്റി ചുളിച്ചു സീതയെ നോക്കി ചോദിച്ചു. അറിയില്ലെന്ന് പറയും മുമ്പേ അതൊന്നുകൂടെ ഉറപ്പിക്കാൻ അന്തം വിട്ട് നിൽക്കുന്നവളെ സീത ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ആവോ എന്ന് പറയും കൂടെ കണ്ണൊന്ന് ചിമ്മി. അയാളാകട്ടെ പിന്തിരിഞ്ഞു നിന്ന് അവരെ തുറിച്ചു നോക്കിക്കൊണ്ട് സോഫയിലിരിക്കുകയാണ്. അവനവിടെ അർജുൻ. മുഴക്കമുള്ള ഒരു ശബ്ദം ഭിത്തിയിൽ പോലും പ്രകമ്പനം കൊള്ളിച്ചമർന്നു പോയതായി തോന്നി. അയാൾ ചോദിച്ചത് നയനയെ നോക്കി ആയതുകൊണ്ട് അവൾക്ക് ഉത്തരം പറയാനുള്ള പേടി മൂലം കൂടെ നിൽക്കുന്ന സീതയിൽ അഭയം പ്രാപിച്ചു. പക്ഷെ പുള്ളിക്കാരിയായിരിക്കുന്നവൻ്റെ തലയെടുപ്പ് നോക്കി അന്തം വിട്ട് നിൽപ്പാണ്. ഏങ്ങി വലിച്ചു അവൾ വിറച്ചുകൊണ്ട് സീതയുടെ കയ്യിൽ പിടിച്ചുപോയി. അർജുൻ രക്ഷക്കായി പിടിച്ച കൈ പണിയാകും. അവൾ പയ്യെ മുഖമുയർത്തി സീതയെ നോക്കി. അവർ നയനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽപ്പാണ്. അർജുനേട്ടൻ ഓഫീസിൽ പോയിരിക്കുക. എന്തും വരട്ടെ, എല്ലാം നേരിടാൻ ആരോ ഉള്ളിൽ നിന്ന് പറഞ്ഞു ധൈര്യം നൽകിയതും നയന ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. ആ വീടാകെ തല ചുറ്റിച്ചു നോക്കി കാണുന്ന അയാൾ ആ പറച്ചിൽ കേട്ട് അവളെ തിരിഞ്ഞു നോക്കി. വിറപ്പിച്ചു കൊണ്ടിരുന്ന കാലും സോഫയിൽ തൊട്ട് താളമിട്ടിരുന്ന വിരലും നിശ്ചലമായി. നീ ഏതാ? അടുത്ത ചോദ്യം, അതും മുൻപത്തേക്കാൾ ഗാംഭീര്യത്തോടെ. അത് കേട്ടവളുടെ ചങ്കൊന്നു പിളച്ചു. മറുപടി പറയാൻ കഴിയാതെ കൈകൾ കൂട്ടിത്തിരുമ്മി. ഇത് അർജുൻ്റെ ഭാര്യയാ സാറേ. സീത പെട്ടെന്ന് കയറി അങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതോടെ നിന്ന നിൽപ്പിൽ ബോധം പോകുമോ എന്നവൾക്ക് ശങ്കയായി. അയാളുടെ മുഖത്തിപ്പോൾ കാണുന്ന ഭാവവ്യത്യാസം എന്താകുമെന്ന് നോക്കിക്കാണാൻ അവൾ മുതിർന്നില്ല. തെറ്റ് ചെയ്തവളെപ്പോലെ തല കുമ്പിട്ടങ്ങനെ നിന്നു. കുർത്തയും പാൻറ്റും ധരിച്ച് വെളുത്ത് അധികം ഉയരമില്ലാത്ത 20 വയസ്സ് തോന്നിക്കുന്നൊരു പെൺകുട്ടി. കഴുത്തിൽ താലി കോർത്തിട്ട നീളത്തിലൊരു ചെയിനും നെറുകയിൽ സിന്ദൂരവും തൊട്ടിട്ടുണ്ട്. വിളിക്ക്. അയാൾ ആ ചൂഴ്ന്ന നോട്ടം പിൻവലിക്കാതെ തന്നെ പറഞ്ഞു. അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ആജ്ഞ പോലെ തോന്നിച്ച ആ വാക്കുകൾ അയാൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നയനക്കത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കൺപീലികൾ പിടഞ്ഞു. അവൾ ശങ്കയോടെ അയാളുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി. നിന്റെ ഭർത്താവിനെ വിളിക്ക്. ഉച്ചം കലർന്നൊരു ചിരി മുഖത്തുണ്ടെന്ന് വ്യക്തം. അവൾ അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് സോഫക്കരികിലെ ടീപ്പോയിൽ ചാർജിലിട്ട ഫോൺ പിന്നെ വലിച്ചൂരിയെടുത്തു. ഞാൻ വിളിച്ചാൽ നിന്റെ ഭർത്താവ് ഫോൺ എടുക്കില്ല. അയാൾ കാലുമേക്കാൽ കയറ്റി വെച്ചു ആ സോഫയിലേക്ക് ചാരിയിരുന്നു. കുടിക്കാൻ എന്താ വേണ്ടത്? അതുവരെ അവിടെ നടക്കുന്ന മൗന നാടകം ഒന്നും അറിയാതെ നോക്കി നിന്ന സീത പെട്ടെന്നൊരു വെളിച്ചം വീശിയതുപോലെ ചോദിച്ചു. പക്ഷേ അയാൾ അവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അയാളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നയനയിലാണ്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ച് അവളുടെ കൈകൾ വിറകൊണ്ടു. നിസ്സഹായതയോടെ സീത നയനയെ നോക്കി. ജ്യൂസ് എടുത്തോളൂ സീത ചേച്ചി. വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കെട്ടിക്കിടക്കുകയാണെങ്കിലും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചവൾ. നയന സീത പോകുന്നത് നോക്കിക്കൊണ്ട് അർജുൻ്റെ നമ്പർ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് തിരയാൻ തുടങ്ങി. ഒരുമിച്ച് പൊറുതി തുടങ്ങിയിട്ട് കുറേ കാലമായോ? അവനെ നിന്നെ എവിടുന്ന് കിട്ടി? മുൻപിൽ പതറി നിൽക്കുന്നവളെ വീണ്ടും തളർത്താനെന്നോണം പറയുമ്പോൾ അയാളുടെ തല ഒരു വശത്തേക്ക് ചെരിച്ച് കണ്ണുകൾ ചെറുതായി ഇടുങ്ങുകയും ചെയ്തു. എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അല്ല കൂലിയേ, മാസത്തിനോ അതോ വർഷത്തിനോ? ചോദിക്കുമ്പോൾ പുരികം ഒരു വശത്തേക്ക് വളയുന്നതിനൊപ്പം അയാളുടെ ചുണ്ടിൽ അശ്ലീലമായ ചിരി വിടർന്നിരുന്നു. തുടരുന്നു. അല്ല, അപ്പം ആരെയും വന്നിരിക്കുന്നേ? ഏതായി പുതിയ അവതാരം? ആരാ എന്താന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. പിന്നെ എല്ലാവരോടും ഞാൻ വീണ്ടും പറയുകയാണ്, എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട അല്ലെങ്കിൽ വെറുപ്പിക്കേണ്ടെന്ന് കരുതിയാട്ടോ പറയാണ്ടിരിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് കാര്യം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഉടനെ തന്നെ എൻ്റെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം. താങ്ക് യു.